പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൂരത്തും ചാരത്തും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വേണ്ടിയൊക്കെ പല ഘട്ടങ്ങളിൽ അനേകർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അറിയുന്ന പോലെ എൻ്റെ പ്രിയപ്പെട്ടവന് സുഖമില്ലാതെ വന്നപ്പോൾ പ്രാർത്ഥിച്ച അനേകരുണ്ട്. ധൈര്യത്തോടെ നിൽപ്പാനൊക്കെ ആ കാലഘട്ടങ്ങളിലൊക്കെ ഇടയായത് സ്വർഗത്തിലെ ദൈവം പലരെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എഴുന്നേൽപ്പിച്ചത് കൊണ്ടാണ്. വി നീഡഡ് ദ പ്രയർ. ദൈവമക്കളെ, പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും മറ്റുള്ളവർ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആ പ്രാർത്ഥനയുടെ എഫക്റ്റ് ഫീൽ ചെയ്തിട്ടില്ലേ, നല്ലവണ്ണം അനുഭവിച്ചിട്ടില്ലേ? പ്രൈസ് ഗോഡ്. ചില സംഗതികളൊക്കെ നമ്മളെ ഇന്നും അത്ഭുതപ്പെടുത്തുന്നതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 1 തിമോത്തിയോസ് 2-ാമധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും, ചിലപ്പോൾ നമുക്ക് വേണ്ടി ഇൻട്രസ്റ്റ് ചെയ്യാനൊരു ഫാമിലി ആയിരിക്കും ദൈവം ഒരുക്കുന്നത്. നമ്മൾ നമ്മുടെ വീക്കസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ ദൈവം മറ്റുള്ളവരെ എഴുന്നേൽപ്പിക്കും. എന്തിനാ? നമ്മളെ സഹായിക്കാൻ, നമുക്ക് വേണ്ട പ്രൊവിഷൻസ് തരാൻ. ദൈവം നമ്മോട് പറഞ്ഞിട്ടില്ലേ മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണമെന്ന്? ദാറ്റ് മീൻസ് യു ആൻഡ് ഐ ആർ ടു ബി പ്രേയിങ്. പക്ഷെങ്കിൽ ഇറ്റ് ഓൾസോ മീൻസ് അതർ പീപ്പിൾ ക്യാൻ ബി പ്രേയിങ് ഫോർ യു. നമ്മളെ സഹായിക്കുന്നവർ ചിലപ്പോൾ സെയിം ടൗണിൽ തന്നെ ഉള്ളവരായിരിക്കും, സെയിം ചേർച്ചിലുള്ളവരായിരിക്കും, ചിലപ്പോൾ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിലുള്ളവരായിരിക്കും. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷേ വാട്ട് മാറ്റേഴ്സ് ഈസ് ദാറ്റ് ദേ ആർ പ്രേയിങ്. അവർ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ദൈവത്തിലെ ദൈവം നിന്നോട് കൂടെയുണ്ട്. അവൻ തീർച്ചയായിട്ടും തൻ്റെ സാന്നിധ്യം തന്ന് നമ്മെ സഹായിക്കുമ്പോൾ നമുക്ക് സന്തോഷിപ്പാനുള്ള വകയേ ഉള്ളൂ. കൊലോസ്യ ലേഖനം 4-ാമധ്യായത്തിൻ്റെ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു: പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. സാധിക്കുമോ ദൈവപൈതലേ? ഈ ദിവസങ്ങളിൽ ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ആൻറ്റി ഒറ്റയ്ക്കാണോ പോകുന്നത്? ആൻറ്റിക്ക് കൂട്ടുവരണോ? ആൻറ്റിക്ക് സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. ഇങ്ങനെയൊക്കെ പറയും. എൻ്റെ ഉള്ളിൽ എനിക്കറിയാം ഞാൻ ഒറ്റയ്ക്കല്ല. പരിശുദ്ധാത്മാവും അനേക ദൂതന്മാരും ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും നമ്മോടുകൂടി ഇരിക്കും. പ്രൈസ് ഗോഡ്. എന്നാൽ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് വേണ്ടി തിരക്കാനും ചോദിപ്പാനും ശുശ്രൂഷയിലൊക്കെ നമ്മുടെ ഒപ്പം വരാനുമൊക്കെ ജീവിതങ്ങളെ ഒരുക്കുന്നതിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മോട് പ്രോമിസ് ചെയ്തിട്ടില്ലേ, അവനെപ്പോഴും നമ്മോടുകൂടെ ഇരിക്കുമെന്ന്. ഹല്ലേലൂയ. അനേക വിശുദ്ധന്മാരെ സഹായിച്ച പരിശുദ്ധാത്മാവാ. ദൈവം തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് അവൻ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. കുഞ്ഞേ, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ചുറ്റും സൂപ്പർ നാച്ചുറലായിട്ടുള്ള ഗാഡ്സാണ് ഉള്ളത്. അവർ തീർച്ചയായിട്ടും നമ്മെ സഹായിക്കും. നമുക്കറിയാമല്ലോ, ദൂതന്മാർ നമുക്കുള്ള സേവകാത്മാക്കളാണ്. ഗോഡ് അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, ഹീബ്രൂസ്
ചാപ്റ്റർ 1 വേഴ്സ് 14 ഇങ്ങനെ പറയുന്നു, അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ അല്ലയോ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ ദൂതന്മാരൊക്കെ മിനിസ്ട്രിങ് സ്പിരിറ്റ്സാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രക്ഷ പ്രാപിച്ചവരുടെ, ഹു വിൽ ഇൻഹെറിറ്റ് സാൽവേഷൻ, രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ, ഹല്ലേലൂയ, അവർക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവരാ. പ്രൈസ് ഗോഡ്. റോമാലേഖനം 8:17 ഇങ്ങനെ പറയുന്നു. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 17, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വചനമനുസരിച്ച് ദൈവം ഏഞ്ചൽസിനെ നമുക്ക് അയച്ചു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി മിനിസ്ട്രി ചെയ്യാനാണ്. എത്ര ഏഞ്ചൽസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ചില വേദഭാഗങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുന്നു. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 12, 13, 14 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ഐസായ ചാപ്റ്റർ 14 വേഴ്സസ് 12, 13 and 14. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ദൈവമക്കളെ, ഒരു വേദഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സസ് 3 and 4. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം. അതിൻ്റെ വായിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. ഇതൊക്കെ ഒന്ന് ഗൈഡ് ലൈൻസായിട്ട് ഒന്ന് നോക്കിക്കേ. അപ്പോൾ നമുക്ക് മനസ്സിലാകും, എല്ലാ സ്കോളേഴ്സും അഗ്രി ചെയ്യുന്നൊരു കാര്യം, 1/3 ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ലൂസിഫറിൻ്റെ കൂടെ സാത്താൻ്റെ കൂടെ താഴേക്ക് വീണിട്ട് അവർ ഡീമൻസായി തീർന്നു. That means that 2/3 of the angels remained in heaven and served God. അതിൻ്റെ അർത്ഥം there are twice as many angels on our side. ഈ ഭൂമിയിലുള്ളതിനെ കഴിഞ്ഞും ഇരട്ടി ദൂതന്മാർ സ്വർഗത്തിലുണ്ട്. ഈ ഏഞ്ചൽസ് എല്ലാം വെയിറ്റ് ചെയ്യുക. എന്തിനാ? എന്നെയും നിങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ. അവർ ജീവിക്കുന്നു. എന്തിനാ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിനനുസൃതമായി എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്യുവാൻ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായിട്ട് അവർ നിൽക്കുക. ഹല്ലേലൂയ. ഈ അവൈലബിളായിട്ടുള്ള ഏഞ്ചൽസിൻ്റെ സഹായത്തെക്കുറിച്ച് മിക്ക ക്രിസ്ത്യാനികൾക്കും അറിവില്ലാതെ പോവുക. അതുകൊണ്ട് അതൊരു റിസോഴ്സായിട്ട് കണ്ടുകൊണ്ട് അവിടുന്ന് ടാപ്പ് ചെയ്ത് പ്രൊട്ടക്ഷൻ എടുക്കാനൊന്നും സഹായം എടുക്കാനൊന്നും മിക്കവർക്കും അറിയത്തില്ല. എൻ്റെ മനസ്സിൽ ഹല്ലേലൂയ ഞാൻ ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ, അനേക ഏഞ്ചൽസ് സ്വർഗത്തിൽ നിൽക്കുക വെറുതെ ഒന്നും ചെയ്യാനില്ലാതെ. ഓ ഹല്ലേലൂയ. എന്നാൽ കുഞ്ഞെ, നിനക്കൊന്ന് മുന്നോട്ട് ചെല്ലാൻ മേലേ? അവരൊക്കെ ഒരു ജോലി കൊടുക്കാൻ മേലേ? അവർ ജോലി ഒന്ന് ചെയ്യാൻ പറയാൻ മേലേ? നിന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുവാനും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിലൊന്ന് നിവൃത്തിയാകേണ്ടതിനും പ്രവർത്തിക്കേണ്ടതിനും ദൂതന്മാരോട് നിനക്കൊന്ന് കൽപ്പിക്കാൻ മേലേ കുഞ്ഞെ? നീ ഒറ്റയ്ക്കല്ല ദൈവവൈതലേ, നിന്നിലൊരു പരിശുദ്ധാത്മാവുണ്ട്. അവൻ നിന്നെ ഒരിക്കലും ഇട്ടിട്ട് പോകത്തില്ല. ഹി വിൽ നെവർ ലീവ് യു നോ ഫോർസേക്ക് യു. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക വേറെ ആൾക്കാരുണ്ട്. അതുപോലെ കൗണ്ട്ലെസ് എണ്ണമറ്റ ഏഞ്ചൽസ് നിൻ്റെ കമാൻഡിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നീ എവിടെ പോയാലും അവർ കൂടെ വരും.
You have a lot to be encouraged about today. You are not alone. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, നിൻ്റെ ദൂതന്മാർ ഞങ്ങൾക്കുള്ളതിനാൽ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നീ ചിലരെ അസൈൻ ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. കർത്താവ് മുഴുവനായ സാന്നിധ്യം നിന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.